ഹലോ. എപ്പോഴും ഞാൻ എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡേയ്സാണ് കാണിക്കാറ്. എനിക്കിങ്ങനെ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? എന്നെക്കാളും 4, 5 വയസ്സിനൊക്കെ മൂത്ത ആളുകളാണ് അവര്. അവർക്ക് പറ്റണില്ല. ചിലർക്ക് ഒരു കുട്ടിയാണുള്ളത്. അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാ ദിവസവും അങ്ങനെയല്ല. ഞാൻ അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡേ ആണ് ഞാൻ എപ്പോഴും റീൽസിലും വീഡിയോസിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെയും എനിക്കും ഭയങ്കര മടിയും അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാത്ത ഡേയ്സ് ഉണ്ട്. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഡേയ്സ് ഉണ്ട്. ഞാൻ കുറേ മുന്നേ രാവുവിനൊക്കെ ഏകദേശം ഒരു 3, 4 മാസമൊക്കെയുള്ള സമയത്ത് അന്ന് ഞാൻ മാൽദീവ്സിലാണ്. അവിടെ നിന്ന് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കാണും. ചില കുക്കിങ്ങിൻ്റെയും ക്ലീനിങ്ങിൻ്റെ ഒക്കെ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ വരും. പിന്നെ ഞാൻ കുറച്ച് ദിവസം എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും. അങ്ങനെയൊക്കെ എനിക്ക് ചില വീഡിയോസ് കാണുമ്പോൾ എനിക്കും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വീഡിയോസ് വരുമ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരാറുണ്ട്. ശരിക്കും ഒരു മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചില അമ്മമാരാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ എങ്ങനെ റുട്ടീൻ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതിലെനിക്കിങ്ങനെ ചില ആളുകളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ തോന്നി, അവർക്ക് അതേപോലെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവർക്ക് ഉള്ള പോലെ എനിക്ക് പലരുടെയും വർത്താനത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഒരു ഡേ, അതായത് എനിക്കും ഇങ്ങനെ ഒന്നും പറ്റാത്ത അല്ലെങ്കിൽ ഒന്നും നടക്കാത്ത ഒരുപാട് ഡേയ്സ് എനിക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡേ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നാണെങ്കിൽ എല്ലാവരും എണീക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണേട്ടാണെങ്കിൽ ഓഫീസിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ആൾ പുറത്തുനിന്ന് കഴിക്കും. ലഞ്ചും കൊണ്ടുപോയിട്ടില്ല, പുറത്തുനിന്ന് കഴിക്കും. എനിക്ക് രാവിലെ എണീക്കാൻ തീരെ പറ്റണില്ല. എനിക്ക് കാലുവേദനയും മേലുവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ ഇന്ന് ഈസി ആയിട്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഒരു റീൽസിൽ കണ്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി. അതായത് സാധാ പുട്ട്. പുട്ട് വെള്ളത്തിൻ്റെ പകരം നമ്മൾ പാൽ കൊണ്ട് കുഴയ്ക്കും. കുറച്ച് നെയ്യും ചേർക്കുക, ഉപ്പും ഇട്ടിട്ട് പിന്നെ അതിൽ പഴം നുറുക്കിയത് അതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പോൾ പിന്നെ സെപ്പറേറ്റ് നമ്മൾ പഴം പുഴുങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പുട്ടുണ്ടാക്കി. പിന്നെ തുണികളൊക്കെ വാഷ് ചെയ്യേണ്ട 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വാഷ് ചെയ്യുക. അതുപോലെ ക്ലീനിങ്ങും എന്നും ചെയ്യില്ല. ഒരു ദിവസം വിട്ടിട്ടൊക്കെ ചെയ്യുക. അതായത് ഇപ്പോൾ തുടയ്ക്കുകയാണെങ്കിൽ വീക്ക്ലി 2 പ്രാവശ്യമൊക്കെ ഞാൻ തുടയ്ക്കുകയുള്ളൂ. അപ്പോൾ തുണികൾ വാഷ് ചെയ്യാണ്ട് പിന്നെ ഉള്ളിലൊക്കെ ഇന്നലെ തുടച്ചുകൊണ്ട് പിന്നെ തുടയ്ക്കാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ചു. രാവിലെ തന്നെ എണീറ്റപ്പോൾ രാവുവിനൊക്കെ ഭയങ്കര വാശിയായിരുന്നു. ഇവർ വാശി പിടിക്കുന്നതും കരയണതൊന്നും എൻ്റെ വീഡിയോസിൽ ആരും കാണാറുണ്ടാവില്ല. ഇവർ ഭയങ്കര വാശിയും കരച്ചിലും ഇതൊക്കെ ഒരു ഭാഗത്ത് അത് വേറെ ഉണ്ടാവും. നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിലപ്പോൾ നമ്മൾ ആകെ മൈൻഡ് ഔട്ടാവും ചില സമയങ്ങളിൽ. അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം. അപ്പം എനിക്ക് മാത്രമായതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കും. അതായത് ഇപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉള്ളിക്കറി, ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സിമ്പിളായിട്ട് ജസ്റ്റ് സവോള വാട്ടി അതിൽ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ഇട്ടിട്ട് പിന്നെ മുട്ടയും വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തേ. അപ്പം എനിക്കും രാവുവിനും കുഞ്ഞിക്കാണെങ്കിലും കുഞ്ഞും കഴിക്കും. എരിവില്ലെങ്കിൽ അത് കഴിക്കും. മുട്ട ഉണ്ടല്ലോ, അവർക്ക് മുട്ട ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ട്. അപ്പോൾ സവോള ഇങ്ങനെ വാട്ടുന്ന സമയത്ത് ഞാൻ കുറേ പാത്രങ്ങൾ കഴുകി കയറ്റി. ചായ കുടിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട സീരീസൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഫിലിം എന്തെങ്കിലും കണ്ടിട്ടൊക്കെ ചായ കുടിക്കും. ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് ഇടാനുള്ളത് എഡിറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് നേരം ഇരിക്കും. പിന്നെ ആ സമയത്താണ് അച്ഛൻ വിളിക്കുക, പിന്നെ അമ്മ വിളിക്കും, അവരോട് സംസാരിക്കും. അങ്ങനെ കുറേ നേരം 1-1.5 മണിക്കൂർ അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ഈ പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കുഞ്ഞാണെങ്കിൽ അവിടെ കളിക്കുന്നുണ്ട്. രാവു തുണികൾ അവൻ വാഷ് ചെയ്യാൻ അവനെപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവന് എടുത്ത് തിരുമ്പാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അവൻ കുറേ എന്തൊക്കെയോ അതുപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ പാത്രം കഴുകുമ്പോൾ എനിക്ക് ഇവിടെ അടുക്കളയിൽ നോക്കി അവനെ കാണാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഈ സമയത്തൊക്കെ ഇവർ ഉള്ളിലൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ പാത്രങ്ങളൊക്കെ കഴുകി കയറ്റി കറി സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ പിന്നെ കുഞ്ഞ് ഉറങ്ങി. ഇപ്പം നമ്മളിങ്ങനെ എനിക്ക് എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എനിക്ക് എടുത്തു തരാൻ ആളുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എടുത്തു തരാൻ ആളില്ലല്ലോ.
അപ്പം ഞാൻ തന്നെ ക്യാമറ എൻ്റെ സ്റ്റാൻഡ് അവിടെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് എടുക്കണം, പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുവച്ച് ഇവിടെ നിന്ന് എടുക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാനും പറ്റില്ല. അപ്പം അതിൻ്റെ ഇടയിൽ കുഞ്ഞ് വാശി പിടിച്ച് രാവുവിനെ തല്ലുണ്ടാക്കിയിട്ട് കരഞ്ഞിട്ട് പിന്നെ ആ കരഞ്ഞ ക്ഷീണത്തിൽ അവൾ ഉറങ്ങിയത്. അപ്പോൾ പിന്നെ അടുക്കളയും സ്ലാബൊക്കെ സെറ്റാക്കിയിട്ട് ഞാനും രാവും കൂടിയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. കുഞ്ഞ് ഉറങ്ങിയ സ്ഥിതിക്ക് കുഞ്ഞിനിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് കുഞ്ഞ് എണീക്കും. അപ്പോൾ ഞങ്ങൾക്കൊരു റെസ്റ്റ് കിട്ടണമെങ്കിൽ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്നാൽ ഞങ്ങൾക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. കൊണ്ട് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങുക ചെയ്തത്. ആ ഉച്ചയ്ക്ക് ഞാൻ ഒരു ഉറക്കം സാധാരണ എപ്പോഴും ഉറങ്ങാറില്ല. ചിലപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയം ഞാൻ അതിനാണ് എടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ആകെ ഒരു ക്ഷീണവും കാര്യങ്ങളായതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഉറങ്ങി. അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനർജിയാണല്ലോ. അപ്പോൾ ആ എനർജിയിൽ ഇനി തുണിയാൾ തിരുമ്പാണ്ട് ഒന്നും കഴിഞ്ഞിട്ടില്ല. തുണിയാൾ വാഷ് ചെയ്യാണ്ട് പിന്നെ ഹാളും റൂമും ഒക്കെ ആകെ വൃത്തികേടായിട്ട് അവർ ഓരോന്ന് വലിച്ചിട്ടിട്ടും ടോയ്സ് ആണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടും. അവരുടെയൊക്കെ ഒരു ബോക്സിലാണ് ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ അവരതൊക്കെ കൊട്ടയിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് പുറത്തേക്ക് ഇടും. അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്യും. അപ്പോൾ ആകെ വൃത്തികേടായിട്ടിരിക്കണം. അതൊക്കെ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എണീറ്റപ്പോൾ ഞാൻ അവർക്ക് മുട്ട കൊടുത്തു. കുഞ്ഞാണെങ്കിൽ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞിക്കും രാവുവിനും മുട്ടയൊക്കെ ചിക്കി കൊടുത്തു. അത് അവർ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചു. പിന്നെ അവർ പുറത്ത് ഞാൻ തിരുമ്പണ സമയത്ത് മിക്കവാറും അവർ പുറത്ത് അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കളിക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ തുണികളെല്ലാം വാഷ് ചെയ്ത് എല്ലാം ഇട്ടപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ കുഞ്ഞു രാവും കൂടി വീണ്ടും തല്ലുകൂടി. എന്തെങ്കിലുമൊക്കെ ടോയ്സ് ചിലപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിയും വലിയാവും. അപ്പം ഞാൻ തല്ലുകൊണ്ടിങ്ങോട്ട് നല്ലത് കുറച്ച് നേരം കാർട്ടൂൺ കണ്ടിരിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കാർട്ടൂൺ വെച്ച് കൊടുത്ത് ഇരുത്തി. പിന്നെ ഞാൻ ഹാളും റൂമൊക്കെ എല്ലാം ഒതുക്കി എല്ലാവരും അടിച്ചു വാരി. പിന്നെ ഹാള് എപ്പോഴും എന്തായാലും എന്നും തുടയ്ക്കേണ്ടി വരും. കാരണം അവരെന്തെങ്കിലുമൊക്കെ അവരൊറ്റയ്ക്ക് കഴിക്കുന്നതല്ലേ ഫുഡ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരവിടെ കളഞ്ഞ് അത് ചവിട്ടി അതവിടെയൊക്കെ തേച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും കരടും പൊടിയിട്ട് ഉണ്ടാവും. അപ്പോൾ ഹാളെന്നും തുടയ്ക്കണം. ഞാനിങ്ങനെ ആലോചിക്കും, എനിക്കിങ്ങനെ മടിയുള്ള ദിവസങ്ങളിലായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് വരിക. സാധാരണ ഞാൻ ഇപ്പോൾ ചില വീഡിയോസിൽ കാണുന്ന അങ്ങനത്തെ ഡേയ്സാണ് ശരിക്കും ഏറ്റവും എനിക്ക് നല്ല ഡേയ്സ് കേട്ടോ. കാരണം നേരത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും. കാരണം നേരത്തെ എണീക്കുമല്ലോ, 6:30 ആകുമ്പോൾ എണീക്കുകയാണെങ്കിൽ 9 മണിയുടെ ഉള്ളിൽ എല്ലാ പണികളും കഴിയും. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസങ്ങളിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വീട് കിടക്കുന്ന ദിവസങ്ങളിൽ ആരും വരില്ല. എന്നിട്ട് ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലാവും ആരെങ്കിലും കറക്റ്റ് വരിക. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും, വരുന്നവർക്കും മനസ്സിലാവുമല്ലോ, അതായത് 2 കുട്ടികളേനായിട്ടല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ക്ലീനായി എടുക്കണം, അങ്ങനെ എനിക്ക് ഒരു മൈൻഡിൽ ഭയങ്കര ഒരു വാശി ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ തന്നെ പോയി. കാരണം കാണുന്നവർക്കും കുറേയൊക്കെ മനസ്സിലാവുമല്ലോ, കുട്ടികളെ നോക്കുന്നവർ തന്നെയാണല്ലോ മിക്കവരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ തുടച്ചിട്ടു. പിന്നെ ഇവരെന്നെ മേല് കഴുകി കയറ്റണം, കണ്ണേട്ടൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴേക്ക് റെഡി ആയിരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും സെറ്റായി പുറത്തിറങ്ങി. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരുള്ള ഗ്രില്ലാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഞങ്ങൾ മുന്നേ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു പെഷവാരി ബിരിയാണി ഉണ്ട്, അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ 2 പ്രാവശ്യം ഓർഡർ ചെയ്ത് കഴിച്ചു. അന്ന് എനിക്കത് അത്ര ഇഷ്ടമായില്ല. പിന്നെ അങ്ങനെ അവിടെ നിന്ന് അത് കഴിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ വീണ്ടും അതുതന്നെ ഓർഡർ ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം വന്നത് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് രാവുവാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാനാണ് പോകണമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ നല്ല ഫുഡ് ആയിട്ട് ഞങ്ങളെ ആയിട്ട് സെറ്റാണ്. അവരെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ നന്നായി ഫുഡ് കഴിക്കും. അപ്പോൾ 2 പേരും കൂടി ഓടലും അതിൻ്റെ ഇടയിൽ കുഞ്ഞ് പിഴലൊക്കെ ആയി. എടുക്കേണ്ടോ要抢哇哦 അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ജർമ്മൻ ക്രീമി സാലഡും പിന്നെ ഈ പെഷവാരി ബിരിയാണിയാണ്. അപ്പോൾ ഈ ജർമ്മൻ ക്രീമി സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും നട്ട്സും മാത്രമാണ്, പിന്നെ അതിലൊരു എന്തോ ഒരു ക്രീമും. അത് ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ളതാണ്. ഞങ്ങൾ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് വീണ്ടും ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യം അതാണ് വന്നത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പെഷവാരി വന്നത്. അപ്പോൾ പിന്നെ കണ്ണൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട, അത് മതി എന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് പെഷവാരി കഴിച്ച് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വിശപ്പ് നന്നായി മാറിയില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു ഗ്രിൽഡ് ചിക്കൻ വാങ്ങി, ഒരു ഷാലറ്റ്സ്
ഗ്രിൽഡ് ചിക്കൻ അങ്ങനെ എന്തോ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. മറ്റേ നമ്മൾ ചെറുള്ളി ഇല്ലേ അതിൻ്റെ ടേസ്റ്റിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വാങ്ങി. അത് ലാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് അത് വന്നത്. ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കൈയൊക്കെ കഴുകി പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വന്നത്. പിന്നെ ഞങ്ങളൊരു ലെമൺ ജ്യൂസും ഒരു ലെമൺ ടീയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പെഷവാരി ബിരിയാണി എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാനി സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ ഇതിൽ ബീഫാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് വീഡിയോസൊക്കെ കുറേ നോക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം അതേപോലെ ആയി എന്നല്ലാതെ കറക്റ്റ് അങ്ങനെയൊന്നും ആയില്ല. ഈ ഗ്രിൽഡ് ചിക്കനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിട്ട് ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ഗ്രിൽഡ് ചിക്കൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അവർക്ക് അവിടെ നിന്ന് ബലൂണൊക്കെ കൊടുത്തു. 2 ബലൂൺ ആദ്യം കൊടുത്തു. പിന്നെ കുഞ്ഞിൻ്റെ നിന്ന് അത് അവിടെ ഇവിടെ അടിച്ചടിച്ചിട്ട് അത് പൊട്ടി. കുഞ്ഞി ബലൂൺ എവിടെ? അങ്ങനെ കുഞ്ഞ് കുറേ നേരം ബലൂൺ പോയ സങ്കടത്തിലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറൊരു ബലൂൺ അവൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഒരു ബലൂൺ പൊട്ടിച്ച് പുറത്ത് പോയിട്ട് അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ബലൂൺ കൊടുത്തു. അപ്പോൾ കുഞ്ഞ് ഹാപ്പിയായി. പിന്നെ ഞങ്ങളാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വീക്കിലി ഒരു പ്രാവശ്യം എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. കാരണം എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഫുഡല്ലേ കഴിക്കുന്നത്. എനിക്കിങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമില്ല എപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കും. എനിക്ക് അമ്മയുടെ ഫുഡൊക്കെ അപ്പോൾ ഞാൻ കുറേ മിസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോയി കഴിക്കുമ്പോഴാണ് എനിക്കൊരു ചേഞ്ച്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ തലേ ദിവസം തന്നെ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കാറുണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എപ്പോഴും ചെയ്യാറില്ല. ചിലപ്പോൾ ഞാനിങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ചിരവി വെക്കും. അതേപോലെ ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ അതിനും നമുക്ക് സമയം വേണമല്ലോ. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിലും. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇവർ ഉറങ്ങുന്ന സമയമാകുമ്പോൾ ആ ഒരു സ്പീഡിലെല്ലാം ഞാൻ ചെയ്യാറ്. അതിൻ്റെ ഇടയിൽ രാവു ആണെങ്കിൽ സ്പീഡിൽ ഓടിയിട്ട് രാവുവിന് ചെറിയൊരു അടി കിട്ടി. കാരണം വണ്ടികളുടെ ഇടയ്ക്കൊക്കെ ഓടിപ്പോയാലോ. അപ്പോൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് ചെറിയ ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവൻ അതിൻ്റെ സങ്കടത്തിലായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.